എന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കഷ്ടം. പള്ളിക്കൂടം പഠിത്തൊന്നുമില്ല മോനെ. സമരം സമരം സമരം. പിന്നെ പൊള്ളന്മാരൊക്കെ അല്ലേ പഠിക്കണേ, പിന്നെ സമരം നടന്നില്ലെങ്കിലേ അതിശയുള്ളൂ. എടാ, സമരമാണെങ്കിലും ബുക്ക് എടുത്ത് വീട്ടിൽ ഇരുന്ന് 4 അക്ഷരം പഠിക്കാൻ നോക്ക്. നീ 10ാം ക്ലാസ് 2 വർഷം കഷ്ടപ്പെട്ടിട്ട് എഴുതിയെടുത്ത, ഇനി +2 എത്ര വർഷം നീ ശ്രമിക്കാൻ പോണേ? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? ഓ, ആരോടെ ആലോചിക്കാൻ പോണു? അല്ല, ഞാൻ തന്നെ ആലോചിച്ചിട്ട് പറയാം. ഓ, ഭയങ്കര ഐഡിയ ആണല്ലോ. ധാരാ തലയിൽ ഉദിച്ചതാ? എന്റെ തല തന്നെ ഉദിച്ചതാ. ഈ തല വെയിൽ ഒള്ളിക്കണ്ട കേട്ടാ. ആയിക്കോട്ടെ. പഠിക്കാതെ നടക്കണവൻ. എന്റെ അങ്കിളെ ഇപ്പൊ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ ഈ കോഹ്ലിക്കൊക്കെ എന്നാ വരുമാനം അറിയോ? ക്രിക്കറ്റിൽ നിന്ന്. ഓ, ഭയങ്കര വരുമാനമാണോ? അതുപോലെ ഒരു കളിക്കാരനായി മാറാനാണ് എന്റെ ആഗ്രഹം. ഓ, അത് ശരി. എടാ, അവര് ഇങ്ങനെ കളിക്കാരായെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. അല്ലാതെ ചുമ്മാ ഇത് മാത്രം കൊണ്ടല്ല. അത് എനിക്കിപ്പോ ആവശ്യമുണ്ടല്ലോ. നിനക്കൊണ്ട് എല്ലാം ഉണ്ട്. നീ എല്ലാം തികഞ്ഞെടുത്തനാണല്ലോ. അറിയാല്ലേ? നിങ്ങളെ ഫ്രീ ആണോ? അല്ല, ഫ്രീ ആണോ? ഞാനാ? ഫ്രീ ആണെങ്കിൽ എനിക്ക് 2 ബോൾ ഇട്ട് തരാമോ? നീ കളിക്കണ സൂക്ഷിച്ചും കണ്ട് കളിക്കണം കേട്ടാ. നിന്റെ തന്തയോടൊക്കെ നീ ഇങ്ങനെ സംസാരിക്കരുത്. എന്നോടത് വേണ്ട. ഞാൻ നിന്റെ ആരാന്നറിയാമോ? ബോൾ ഇട്ട് തരാന്ന് പറഞ്ഞാൽ തെറ്റാണോ? നീ തടത്തിന് പോയി കളിക്കും. ഞാൻ നിന്റെ കളിപ്പുള്ളയാടാ. ഞങ്ങളെ ഇങ്ങനെ ദേഷ്യപ്പെടില്ലോ, എനിക്ക് ഭയങ്കര പേടിയാണ്. അതെയാ? നീ ഇനി പേടിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. എന്റെ തനി സ്വരൂപം നീ കണ്ടിട്ടില്ല കേട്ടാ. ഫിനി ഉണ്ടല്ലേ? പലതും കാണാനുണ്ടടാ. കാണിച്ചു തരാം ഞാൻ. അല്ല, ഇതിലെ പണിയൊന്നുമില്ല, ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. ആരാ പറഞ്ഞ നിന്നോട് എനിക്ക് പണിയില്ലാന്ന്? നിന്റെ തന്തയായിരിക്കും ആ ഊള പോലീസ്. പറയാ. നിന്റെ തന്തയുണ്ടല്ലോ, എങ്ങനെയാ പോലീസിൽ കയറിയെന്നൊക്കെ എനിക്കറിയാം. നെഞ്ചി വിരിവില്ലാതെ ആ പോഞ്ഞ് ഈക്കിലി പോലെ ഇരിക്കണം. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. മണ്ടൻ.